വൈബ് വിഷ്വൽ ഇമേജ് ബേസ്ഡ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം നീറ്റ് പി ജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മെഡിസിൻ ഇ സി ജിയും പാത്തോളജി ഹിസ്റ്റോപാത്തോളജിയും അനാറ്റമിയും ആൻഡ് ഓൾസോ ഒരുപാടായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഓർത്തോയിലും ഒ ബി ജിയിലൊക്കെ വരുന്ന ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സും ആൻഡ് പീഡിയാട്രിക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും മിസ് ഔട്ടായി പോവാണ്ട് ഒരൊറ്റ സെഷനിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് വൈബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈബ് എന്ന് മാത്രം തന്നെ ഹൈൽഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് INICET എക്സാമിനും നീറ്റിനൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ അക്കാഡമിക് പ്ലാനിൻ്റെ കൂടെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് വൈബ്. വൈബ് എന്നുള്ളത് നമ്മൾ റെഗുലർ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ബുക്ക് മെറ്റീരിയൽ മാത്രം ചാർജബിൾ ആണ്. ആൻഡ് നമുക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്കും ബാട്ടിയിൽ കണ്ടക്ട് ചെയ്യുന്ന വൈബ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ വൈബ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നിങ്ങൾ ആരെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. കാരണം ആ ബുക്ക് മെറ്റീരിയൽ സെപ്പറേറ്റ്ലി പ്രിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്തേണ്ടതാണ്. അതിൻ്റെ ചാർജസ് മാത്രമാണ് ബാട്ടിയ സ്റ്റുഡൻസ് ആൻഡ് നോൺ ബാട്ടിയ സ്റ്റുഡൻസിന് അതിൻ്റെ ക്ലാസ് അതും ഒരു മിനിമൽ കോസ്റ്റിലാണ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് ഇയറിൽ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിനോട് സ്പെഷ്യലായിട്ട് ചോദിക്കുക. ഇതൊരു സ്പെഷ്യൽ ഇവൻ്റ് ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഈവൺ നമ്മുടെ അക്കാഡമിക്കിൻ്റെ പാർട്ടായിട്ടുള്ള പ്ലാൻ ആണെങ്കിൽ പോലും ഇത് കുറച്ചുകൂടി ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക, നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ആയിരിക്കുക, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത ഇമേജസൊക്കെ വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്തേക്കുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും വൈബിൽ ഉണ്ടായിരിക്കുക. താങ്ക് യു.